എന്തൊരാവശ്യത്തിനും നാരായണനെ ആ കൂട്ടുവിളിക്ക്. രാവിലെ പുറത്തേക്ക് നടത്താൻ നാരായണ കൈപിടിക്കൂ, നാരായണ അച്ഛൻ്റെ വടി കൊണ്ടുത്തരൂ, നാരായണ അച്ഛന് വെള്ളം കൊണ്ടുത്തരൂ, നാരായണ അച്ഛനെ കിടക്കട്ടെ. ഇങ്ങനെ എന്തൊരാവശ്യത്തിനും നാരായണ 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 എന്ന് വിളിച്ച് 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 ഒരു കാലത്ത് ഭക്തിയോടെ നാമം ജപിച്ച അജാമിളൻ്റെ പഴയ ആ ഒരു സംസ്കാരം പതുക്കെ 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 മറനീക്കി വരാൻ തുടങ്ങിയെന്നാ അല്ലേ. നമ്മൾ കുറേ കാലം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്താൽ റിട്ടയർഡ് ആയാലും ആ പഴയ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവും അല്ലേ. 8:30 എന്ന് പറഞ്ഞാൽ എനിക്ക് 8:30 തന്നെയാണ്. എന്തേ ഞാൻ പട്ടാളത്തിലാണ്, അത് പട്ടാളത്തിൽ പോരെന്ന് അല്ല, റിട്ടയർഡ് ആയാൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മുടെ ഉള്ളിലൊരു സംസ്കാരമായിട്ട് നിലനിൽക്കും. അനുകൂലമായ സാഹചര്യം എത്തുമ്പോൾ ഈ സംസ്കാരം വീണ്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് തിരിച്ചു വരും. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒക്കെ ഈ സംസ്കാരത്തോട് യോജിച്ചത് തന്നെയായിരിക്കും അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ദേഹണ്ണൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പാചകം ചെയ്യുന്ന ആൾക്കാർ, അയാളെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചു വിചാരിക്കുക, പാചകത്തിനല്ല കല്യാണത്തിന് ക്ഷണിച്ചു വിചാരിക്കുക. ഇയാൾ ആ ഓഡിറ്റോറിയത്തിൽ പോയാൽ ഇയാൾക്ക് ഏറ്റവും സുഖം ഇവിടെ നിൽക്കുമ്പോഴാവും അല്ലേ. ഈ പാചകക്കാർ കല്യാണത്തിന് നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്, എന്നാൽ ഇയാൾ ആ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തൊന്നുമല്ല ഉണ്ടാവുക. ഇയാൾ കല്യാണ മണ്ഡപത്തിലേക്ക് ഒന്ന് എത്തി നോക്കും, അയാൾക്ക് എവിടെയാണ് പോകേണ്ടതെന്നറിയോ? അവിടത്തേക്ക് അയാൾ വലിച്ചെത്തും. എവിടേക്ക്? അയാൾ നേരെ ആ പാചകശാലയിൽ പോയി അവിടെ ദേഹണ്ണം എന്തായി, അയാൾക്ക് അടുപ്പിൻ്റെ അടുക്കൊക്കെ പോയി നിന്നാലേ ഒരു സുഖം കിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ ചെയ്യുന്നതായ കർമ്മം നമ്മുടെ ഉള്ളിൽ രൂഢമായിട്ടൊരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാലത്ത് നാരായണ 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 എന്ന് ഭക്തിയോടെ നാമം ജപിച്ച അജാമിളൻ്റെ ഉള്ളിൽ രൂഢമായിരുന്ന ആ ഒരു സംസ്കാരം കാലങ്ങൾ അനേകം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ മകനെ ഓർത്ത് അതേ നാരായണ നാമം തുടങ്ങിയപ്പോൾ എന്തായി? പതുക്കെ പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പോൾ അജാമിളൻ നാരായണ എന്ന് അറിയാണ്ട് വിളിക്കാൻ തുടങ്ങി. വിളിക്കണം എന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അജാമിളൻ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ നാരായണ എന്ന് വിളിക്കും. അപ്പോഴേക്ക് ഓടി വരും. എന്താച്ചാ, ഞാൻ നിന്നെ വിളിച്ചതല്ല, വേറെ ഏതാ, ഞാൻ അറിയാണ്ട് വിളിച്ചതാ. കുറച്ച് കഴിഞ്ഞാൽ ആദ്യം നാരായണ. അപ്പം ഇവൻ ആദ്യം ഓടി വരും. എന്താച്ചാ, ഞാൻ അറിയാണ്ട് വിളിച്ചതാ. കുറച്ച് കഴിയുമ്പോൾ ആദ്യം നാരായണ, ഞാൻ അറിയാണ്ട് വിളിച്ചതാ. അതോടുകൂടി എന്തായി? അറിഞ്ഞിട്ട് വിളിച്ചാൽ ഇവൻ നോക്കാണ്ട് പോയി. അജാമിളൻ നാരായണ 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 ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അജാമിളൻ ഒരു ദിവസം ഒരു കാഴ്ച കാണുക. ആര്? തൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് 2-3 ഭീകരന്മാർ നിൽക്കുക. അവരിടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ അജാമിളന് പേടി തുടങ്ങി. വക്രതുണ്ടാൻ ഊർദ്ധരോമണ ആത്മാനം നേതുമാഗതൻ. തന്നെ കൊണ്ടുപോകാൻ വരുന്ന യമകിങ്കരന്മാരാണ് എന്ന അജാമിളന് ഉറപ്പായി അല്ലേ. ഇത്ര കൃത്യനിഷ്ഠ പാലിക്കുന്ന ആൾക്കാർ ഈ ലോകത്ത് വേറെ ഇല്ല. ആരെ പോലെ? യമകിങ്കരന്മാരെ പോലെ. 12:47 47. ബാക്കി ആരെങ്കിലും ആ വന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഞാനിപ്പോൾ വരാം ഊണ് കഴിച്ചിട്ട് എന്നൊക്കെ. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിളിച്ചാൽ പോണ്ടി വരും. അവർ കൃത്യസമയമായി നേരെ കയറി വന്നു. അജാമിളനെ കാലപാശം കൊണ്ട് ബന്ധിച്ചു, ഇരുമ്പ് വടി കൊണ്ട് അടിക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് പേടിച്ചു വിറച്ചു അജാമിളൻ. കാണുന്നത് കിം സ്വപ്ന ഉദദേവമായ. ഈ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും അജാമിളന് മനസ്സിലാവാണ്ടായി. അങ്ങനെ വേദന കൊണ്ട് അജാമിളൻ പൊളയണ സമയത്താണ് ദൂരേ ക്രീഡനകാസക്തം പുത്രൻ നാരായണാഹ്വയം. ദൂരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മകൻ നാരായണനെ കണ്ടത്.
എന്നാൽ അപ്പോഴെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്നല്ലേ, അല്ല, തൻ്റെ മകനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന ഭാവത്തിൽ നാരായണ എന്ന് ഉറക്കെ വിളിച്ചു എന്ന് അജാമിളൻ വിചാരിക്കണത്. പ്ലാവിതേന സ്വരേണോച്ചൈ ആജുഹാവ ആകുലേന്ദ്രിയ.